333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേയ്സ് മെസ്സേജസ് ഫോർ യു. പാഷൻ ഇഗ്നൈസ്. ചില പേരുടെ കാര്യത്തിൽ നിങ്ങളുടെ ആ ഒരു പാഷൻ, നിങ്ങളുടെ ആ ഒരു ഇഷ്ടം ജ്വലിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഐഡിയാസ് നിങ്ങൾക്ക് തന്നെ കിട്ടുന്നതാണ്. നിങ്ങളതിനു വേണ്ടി ശ്രമിക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല. പ്രപഞ്ചം തന്നെ ആ ഒരു കാര്യങ്ങൾ, ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾ ഇതിനോടകം തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതിനു വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. ഇവിടെ പുതിയൊരു ബിഗിനിങ് ആണ് വരുന്നത്. പുതിയ ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. അതായത് നിങ്ങളിലെ നെഗറ്റീവ് സൈഡ്സും അതുപോലെ തന്നെ പോസിറ്റീവ് സൈഡ്സും എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ആരും പറഞ്ഞു തരാതെ തന്നെ മനസ്സിലാവുന്നു. ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഫിസിക്കൽ ലൈഫിലും അതുപോലെ തന്നെ സ്പിരിച്വൽ ലൈഫിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ ഫിസിക്കൽ അപ്പിയറൻസിൽ ചേഞ്ചസ് വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. വെയ്റ്റ് ലോസ്, വെയ്റ്റ് ഗെയിൻ, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ, നിങ്ങളുടെ ബ്യൂട്ടി സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് ചേഞ്ച് ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവാം. അതിനുള്ള ടിപ്സ് എല്ലാം തന്നെ നിങ്ങൾ അന്വേഷിക്കാതെ തന്നെ നിങ്ങൾക്ക് തനിയെ നിങ്ങളുടെ മുന്നിൽ ഓരോ സൊല്യൂഷൻസ് വന്ന് പെടുന്നതും ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതുമായിരിക്കാം. ഇന്നത്തെ ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ്. നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ ദിവസം നിങ്ങളിലെ ആ ഒരു പോസിറ്റീവ് എനർജി വളരെയധികം ഹൈ ആയിട്ട് കാണുന്നുണ്ടാവാം. പവർഫുൾ ആയിട്ടുള്ള സ്പിരിറ്റ് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം കിട്ടുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഫൗണ്ടേഷൻ ആയിരിക്കാം. നിങ്ങളുടെ ആ ഒരു എനർജി ലെവൽ കണ്ടിട്ട് മറ്റുള്ളവർ നിങ്ങളോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ സീക്രട്ട്? അത്രമാത്രം നിങ്ങൾ വളരെയധികം പവർഫുള്ളായിട്ടും വളരെയധികം സന്തോഷത്തിലും മറ്റുള്ളവർക്ക് തോന്നുന്നതാണ്. അതുകൊണ്ട് ഫോളോ യുവർ ഇൻറ്റ്യൂഷൻ. ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ പാറി പറക്കുക. മറ്റു ചിലവരുടെ കാര്യത്തിൽ ഒരു മേജർ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം മനസ്സിൽ തോന്നുക. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് നിങ്ങളെ ഒരുപാട് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുക. നിങ്ങളുടെ ലൈഫിനെ എൻലൈറ്റൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനസ്സിലാക്കുക. ഒരു ടോട്ടൽ ഷിഫ്റ്റാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില വീഴ്ചകൾ സംഭവിക്കുന്നത് നിങ്ങളുടെ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ലാത്തത് കൊണ്ടാണ്. ആ തെറ്റിനെ നിങ്ങൾ കണ്ടെത്തി അതിനെ പരിഹരിക്കുക. എവിടെയാണ് നിങ്ങൾക്ക് പാളിച്ചു വന്നിട്ടുള്ളത്? അത് പരിഹരിക്കാൻ വളരെ എളുപ്പമായിരിക്കാം. അത് പരിഹരിച്ച് ഇനി അത് വരാത്ത വിധത്തിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ഫൗണ്ടേഷനാണ് നിങ്ങൾ സ്ട്രോങ് ആക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പാളിച്ചകൾ തീർച്ചയായിട്ടും നല്ലൊരു ടീച്ചറാണ്. അവർ ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു കാർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലിമിറ്റേഷനെ അതിൽ മാത്രം നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. എനിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, എനിക്കത് അത്രയ്ക്ക് പോകാൻ കഴിയില്ല, എനിക്ക് അതിന് സാധിക്കില്ല, അതുപോലത്തെ ചിന്തകൾ നിങ്ങൾ ഒഴിവാക്കുക. വരാൻ പോകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കരുത്. അത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ഞാൻ ഈ ഒരു വഴിയിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിനെ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. അതുപോലെ തന്നെ റിസ്കി ആയിട്ടുള്ളതും കെയർലെസ് ആയിട്ടുമുള്ള ലൈഫ് സ്റ്റൈൽ തീർച്ചയായിട്ടും നിങ്ങൾ മാറ്റേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതാണോ ചീത്തതാണോ സംഭവിക്കുന്നത്, അതൊന്നും നിങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മുന്നോട്ട് പോയേ പറ്റൂ. ലൈഫ് അങ്ങനെയാണ്. ട്രാൻസ്ഫോർമേഷൻ എപ്പോഴും നിങ്ങളുടെ ബോഡിയിലും മൈൻഡിലും സോളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ വളരുകയാണ് എന്നുള്ളതാണ്. എല്ലാത്തിനെയും നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ കഴിയും, നേരിടാൻ കഴിയും. നിങ്ങളെ സ്ട്രോങ് ആക്കും അത്തരത്തിലുള്ള സിറ്റുവേഷൻസ്. നിങ്ങൾ മുന്നോട്ട് പോയി നിങ്ങൾ ഉയരത്തിലെത്തിക്കഴിയുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കും. അപ്പോഴായിരിക്കാം നിങ്ങൾ എത്രമാത്രം സ്ട്രോങ് ആണ് എന്നുള്ളത് മനസ്സിലാകുന്നത്. ആ ഒരു ടൈമിൽ നിങ്ങളെ സ്ട്രോങ് ആക്കിയതിന് നിങ്ങൾ ഡിവൈനിന് നന്ദി പറയും. നിങ്ങളിലേക്ക് വരുന്ന പോസിറ്റീവായിട്ടുള്ളതും നെഗറ്റീവായിട്ടുമുള്ളതുമായ ആ ഒരു മാറ്റത്തിന് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുക. എല്ലാ ദിവസവും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുക. ഓരോ ദിവസവും നിങ്ങൾ ജേണൽ എഴുതി തന്നെ നിങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ജേണൽ എഴുതുന്നത് വഴി നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം ചെയ്യാൻ
നിങ്ങൾക്ക് ഡിവൈൻ തന്നെ വഴിയൊരുക്കുന്നതാണ്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ചേഞ്ച് ആവുന്നതാണ്. നിങ്ങളിപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് നിങ്ങൾക്ക് നടന്നു എന്ന് തന്നെ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ആ ഒരു ജോബ് കിട്ടി, ആ ഇൻ്റർവ്യൂ ഞാൻ പാസ്സായി, യൂണിവേഴ്സിന് നന്ദി. നിങ്ങളുടെ മനസ്സ് തന്നെ ആ ഇൻ്റർവ്യൂ പാസ്സാകാനുള്ള കാര്യങ്ങൾ ഒരുക്കുന്നതാണ്. ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു ഇൻ്റർവ്യൂ പാസ്സാകാൻ കഴിഞ്ഞില്ല എങ്കിൽ, അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റമെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ സഡനായിട്ട് വരുന്ന ആ ഒരു ചേഞ്ച് എങ്കിൽ, മറ്റൊന്ന് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അത് ഇതിനേക്കാൾ മെച്ചമുള്ളതായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. പുതിയതും മെച്ചമായിട്ടുമുള്ളതുമായ കാര്യങ്ങൾക്ക് വേണ്ടി ഡിവൈൻ എന്നെ ഒരുക്കുന്നു, അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. എല്ലാം നല്ലതിനാണ് എന്ന് മാത്രമാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് പവർ എന്നുള്ളതാണ്. ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങളിലെ ഇന്നർ സ്ട്രെങ്ത് ആണ് കൂടുന്നത്. വിൽ പവർ കൂടുന്നു, കറേജ് കൂടുന്നു, കമ്പാഷൻ കൂടുന്നു, ജനറോസിറ്റി, പ്രണയം ഒക്കെ വർദ്ധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ചുറ്റും ഈ ഒരു കാര്യങ്ങൾ ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ബാലൻസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു പാളിച്ച സംഭവിക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യം നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചുകൊണ്ടേയിരിക്കുക. ഡിവൈൻ അതിന് ആൻസർ തരും. അതിലുപരി നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. യു ആർ പവർ. ശുഭദിനം ആശംസിക്കുന്നു. സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക.